സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള ആഹ്വാനങ്ങൾ ശക്തമാകുമ്പോഴും പശ്ചിമേഷ്യൻ സംഘർഷം അതീവ പ്രാധാന്യമുള്ള അതീവ സങ്കീർണമായ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്നലെ കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെയും ബഹ്റൈന് നേരെയും ഇറാനിയൻ ഭാഗത്തു നിന്നുണ്ടായ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾക്ക് പിന്നാലെയാണ് ഈ സങ്കീർണാവസ്ഥ കൂടുതൽ ഗൗരവമാകാൻ തുടങ്ങിയിരിക്കുന്നത്. അയൽ രാജ്യങ്ങളുടെ സിവിലിയൻ കേന്ദ്രങ്ങൾക്ക് നേരെ തുടർച്ചയായി ഉണ്ടാകുന്ന ആക്രമണങ്ങളെ വളരെ ഗൗരവത്തോടെ എടുക്കണം മേഖലാ രാജ്യങ്ങൾ, ഒന്നിച്ച് ഇതിനുള്ള പ്രതികരണം നൽകണം എന്ന് UAE പ്രസിഡന്റിന്റെ അഡ്വൈസർ ഡോക്ടർ അൻവർ ഗർഗാഷ് അടക്കമുള്ളവർ ആവശ്യപ്പെടുകയൊക്കെ ചെയ്യുന്ന പശ്ചാത്തലത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു ഘട്ടത്തിലാണ് ഈ സംഘർഷ സാഹചര്യങ്ങൾ എത്തി നിൽക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മുമ്പിലുള്ള ഒരു പ്രധാനപ്പെട്ട വശം. ഒരു ഇന്ത്യക്കാരൻ മധ്യപ്രദേശ് സ്വദേശി കൊല്ലപ്പെടുകയും 63 പേർക്ക് പരിക്കേൽക്കുകയൊക്കെ ചെയ്ത കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേർക്ക് ഇന്നലെ പുലർച്ചെ ഉണ്ടായ വ്യോമാക്രമണം തങ്ങൾ നടത്തിയതല്ല എന്നാണ് ഇറാന്റെ IRGC ഇപ്പോൾ അവകാശപ്പെടുന്നത്. തങ്ങൾ അങ്ങനെ സിവിലിയൻ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയിട്ടില്ല. ഇത് അമേരിക്കയുടെ പാട്രിയോട്ട് മിസൈലുകൾ അബദ്ധത്തിൽ ലക്ഷ്യം തെറ്റി താഴേക്ക് വീണതാകാം, സിവിലിയൻ കേന്ദ്രങ്ങളല്ല തങ്ങൾ ലക്ഷ്യം വെച്ചത് എന്ന് ഇറാനിയന്റെ IRGC നിഷേധിക്കുമ്പോഴും ഇത് സംബന്ധിച്ച് കൂടുതൽ വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോൾ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ കുന തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. അതിന്റെ വ്യത്യസ്ത ആംഗിളുകളിലുള്ള CCTV ദൃശ്യങ്ങളിൽ ഇറാന്റെ ഈ അവകാശവാദത്തിന്റെ വിശ്വാസ്യത ഇല്ലാതാകുന്നു എന്നുള്ളതാണ്. ദൃശ്യങ്ങളിൽ കാണുന്നത് ഇറാന്റെ ഷാഹിദ് 136 കാമിക്കാസെ ഡ്രോണിന് സമാനമായ ഒരാളില്ലാ വിമാനം കിഴക്ക് ഭാഗത്ത് നിന്ന് ടെർമിനൽ 1ലേക്ക് ഇടിച്ചു കയറുന്നതും വലിയ നാശനഷ്ടം ഉണ്ടാക്കുന്നതും ഒക്കെയാണ്. സിവിലിയൻ കേന്ദ്രങ്ങളെ ഇറാൻ ആക്രമിച്ചു എന്നാണ് US സെൻട്രൽ കമാൻഡ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് വീഡിയോ ദൃശ്യങ്ങളിലൂടെ. ഇറാൻ തന്നെയാണ് ഈ ആക്രമണം നടത്തിയതെന്ന് US സേന അസന്നിഗ്ധമായി പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. കുവൈറ്റിനും ബഹ്റൈനും നേർക്ക് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇനി ഇറാനുമായുള്ള ഒരു സമാധാന കരാർ സാധ്യമാവുക എന്നുള്ള സംശയം എല്ലാവരിലും ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് സമാധാന കരാർ, അതിലേക്ക് ചർച്ചകൾ പുരോഗമിക്കുകയാണ്, ഈ വാരാന്ത്യത്തിൽ ഒരു പക്ഷേ അനുകൂലമായിട്ടുള്ള ചില തീരുമാനങ്ങൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം എന്നുള്ളതാണ്. എന്നാൽ ഇറാനിയൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചിയുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്താവന പറയുന്നത് ചർച്ചകൾക്കുള്ള വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണ്. ലബനോനിലെ ഇസ്രയേലിന്റെ സൈനിക നടപടികൾ പൂർണ്ണമായി അവസാനിക്കുന്ന ആ ഘട്ടത്തിൽ മാത്രമേ പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്ക് പൂർണ്ണമായ വിരാമം ഉണ്ടാവുകയുള്ളൂ എന്നാണ്. ഇപ്പോൾ പശ്ചിമേഷ്യയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സംഘർഷങ്ങൾ അവസാനിക്കണമെങ്കിൽ ഇസ്രയേൽ ലബനോനിൽ നടത്തുന്ന ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തുന്ന ആക്രമണങ്ങൾ അവസാനിപ്പിക്കണം, എന്നാൽ മാത്രമേ ഒരു കരാർ ഉണ്ടാകൂ എന്ന് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി വ്യക്തമാക്കിയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിനിടെ അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ലബനോനിലെ സൈനിക നടപടി നിർത്താൻ ഇസ്രയേലും ലബനോനും ഒരു വെടിനിർത്തൽ കരാറിലേക്ക് എത്തി എന്ന് സൂചിപ്പിക്കുന്ന ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ചുരുക്കത്തിൽ പശ്ചിമേഷ്യയെ വലയ്ക്കുന്ന സംഘർഷങ്ങളുടെ മധ്യകേന്ദ്രമായി ലബനോനിൽ ഇസ്രയേൽ നടത്തുന്ന സൈനിക നടപടി മാറുന്നു എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. UAE ജൂൺ 15 തിങ്കളാഴ്ച പൊതു അവധിയായിരിക്കുമെന്ന് അധികൃതർ അറിയിച്ചിരിക്കുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയായി നമുക്കിന്ന് പറയാനുള്ളത്. ഇസ്ലാമിക പുതുവത്സരത്തോടനുബന്ധിച്ച് ഹിജ്റ പുതുവത്സരത്തോടനുബന്ധിച്ച് അവധിയാണ് പൊതു സ്വകാര്യ മേഖലകൾക്ക് തിങ്കളാഴ്ച നൽകിയിരിക്കുന്നത്. അപ്പോൾ വാരാന്ത്യ അവധി കൂടി ചേരുമ്പോൾ ശനി ഞായർ തിങ്കൾ 3 ദിവസത്തെ അവധിയാണ് UAE-യിലുടനീളം ലഭിക്കുക എന്നുള്ളതാണ്. അപ്പൊ 13, 14, ജൂൺ 15 3 ദിവസത്തെ അവധി ആളുകൾക്ക് ലഭിക്കും. ഒരു ദിവസം കൊണ്ട്, ഒരു നിമിഷം കൊണ്ട് നമ്മുടെ ജീവിതം മുഴുവനും അടിമുടി മാറ്റിമറിക്കാവുന്ന നേട്ടങ്ങൾ പലപ്പോഴും ആളുകൾക്ക് സമ്മാനിച്ചിട്ടുള്ള രാജ്യമാണ് UAE. പലതരത്തിലുള്ള ഭാഗ്യക്കുറി നറുക്കെടുപ്പുകളും കാര്യങ്ങളും ഒക്കെ അങ്ങനെ ആളുകളെ അവരുടെ ജീവിതത്തെ അടിമുടി മാറ്റിയിട്ടുണ്ട്. ഇന്നും അത്തരത്തിലുള്ള ഒരു വാർത്ത കൂടി നമുക്ക് തികച്ചും ലോക്കലിൽ പറയാനുണ്ട്. ദുബായ് ഡ്യൂട്ടി ഫ്രീയുമായി ബന്ധപ്പെട്ട നറുക്കെടുപ്പിൽ 42-കാരനായിട്ടുള്ള ഇന്ത്യക്കാരന്റെ ജീവിതം അക്ഷരാർത്ഥത്തിൽ മറിഞ്ഞിരിക്കുകയാണ്. ദുബായിൽ കംപ്ലയിൻസ് ഓഫീസറായി ജോലി ചെയ്യുന്ന ഗൗരവ് മദൻ എന്ന ഇന്ത്യക്കാരനാണ് $1 ദശലക്ഷം അതായത് ഏകദേശം ഒരു 8.3 കോടിയിലധികം ഇന്ത്യൻ രൂപ സ്വന്തമാക്കിയിരിക്കുന്നത്. ദുബായ് ഡ്യൂട്ടി ഫ്രീ മില്ലിയനെയർ പ്രൊമോഷനിലൂടെയാണ് അദ്ദേഹം വിജയിയായിരിക്കുന്നത്. മെയ് 20 അദ്ദേഹം ഓൺലൈനായി വാങ്ങിയ 2916 എന്ന നമ്പറിലുള്ള ടിക്കറ്റിനാണ് സമ്മാനം ലഭിച്ചിരിക്കുന്നത്. ലഭിച്ച സമ്മാന തുക ദുബായ് പ്രോപ്പർട്ടിയിൽ നിക്ഷേപം നടത്തുമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. 5 വർഷത്തിലേറെയായി തുടരുന്ന നിരന്തര പരിശ്രമങ്ങൾക്കൊടുവിലാണ് ഇത്തരത്തിലുള്ള ഒരു ഭാഗ്യം അദ്ദേഹത്തെ തേടി എത്തിയതെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന് എല്ലാവിധത്തിലുള്ള ആശംസകൾ.